മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? പെട്ടെന്നൊരു കറി, ഏത് അസുഖക്കാർക്കും കൂട്ടാൻ പറ്റുന്നൊരു കറി, വേവിക്കാത്തൊരു കറി ഉണ്ടാക്കാം. എന്താണെന്ന് അറിയണ്ടേ? അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ഒക്കെ ഉണ്ടാക്കാം. ആദ്യം ചെറുനാരങ്ങ കൊണ്ടാണ് നമ്മളൊരു കറി ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. 2 പച്ചമുളക് എടുക്കുക. പച്ചമുളക് ആവശ്യത്തിന്, ഞാൻ ഒരെണ്ണേ എടുത്തുള്ളൂ, ഭയങ്കര എരിവുള്ള മുളക്. പിന്നെ വെളുത്തുള്ളി, ഉപ്പ് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞെടുക്കുക. അത് കുറച്ച് ഉപ്പ് കൂടെ ഒഴിച്ചിട്ട്, ഒത്തിരി ആകരുത്, പാകത്തിനുള്ള ഉപ്പ്. ഓരോരുത്തർക്കും ഓരോ അളവാണല്ലോ ഉപ്പിന് വേണ്ടി. ചിലർക്ക് ഒത്തിരി കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് പേരിനും മാത്രം മതി. നമുക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ യോജിപ്പിക്കുക. ഏത് അസുഖക്കാർക്കും കൂട്ടാൻ. പനിച്ചൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഇതിൽ നിന്ന് കഞ്ഞി വേണ്ടാന്ന് വെച്ചിരുന്നാലും, ഭക്ഷണം വേണ്ടാന്ന് തോന്നിയാലും ഇതിലിങ്ങനെ വെച്ചിട്ടതാക്കിയിട്ട് വായിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാവും. വിശപ്പില്ലാത്തവർക്കും വിശപ്പുണ്ടാക്കുന്ന ഒരു സാധനമാണത്, ചെറുനാരങ്ങ. ഞങ്ങളെല്ലാ ദിവസവും ഉണ്ടാക്കും. ദഹനത്തിനും നല്ലതാണ്, വായിക്കൊരു പ്രത്യേക രുചി. എന്ത് കറി ഉണ്ടെങ്കിലും ഇത് നല്ല. അല്ലെങ്കിലും ചെറുനാരങ്ങ നല്ലൊരു ഇതല്ലേ. നമ്മൾ കല്യാണത്തിനൊക്കെ പോയാലും ഭക്ഷണത്തിന് ഒക്കെ ചെറുനാരങ്ങ അച്ചാറുണ്ടാവും. അച്ചാറിനേക്കാളും നല്ലതാണ് അധികം മസാലകളൊന്നും ചേരാത്ത നല്ലൊരു കറി. ഞങ്ങളെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ഇതാ കറി. പെട്ടെന്ന് കറിയാവും, നല്ല രുചിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വെളുത്തുള്ളി ചതച്ചിട്ടാലും മതി കേട്ടോ, അരിഞ്ഞില്ലെങ്കിൽ. നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ആ ഉപ്പും ആ എരിവും വെളുത്തുള്ളി എല്ലാം കൂടെ ചെന്ന് ഒരു പ്രത്യേക രുചിയാണ്. പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. ആരും ഇഷ്ടപ്പെടുന്നൊരു കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതേത് നാട്ടിലും നാരങ്ങയുണ്ട്, പച്ചമുളകും ഉണ്ട്, വെളുത്തുള്ളിയും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാം. ലോകത്തുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി. എരിവധികം വേണ്ടവർക്ക് എരിവ് കുറച്ചിട്ടാൽ മതി. 1 പച്ചമുളക് എന്നുള്ളത് 1/2 പച്ചമുളക് ഇട്ടാലും മതി. വിനാഗിരിയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും വേണ്ട, ഒരു മസാലകളും വേണ്ട. വെളുത്തുള്ളി, പച്ചമുളകും, ഉപ്പും, നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. പാകത്തിന് ഉപ്പും പുളിവും എരിവും ഉണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ സാധനങ്ങളെല്ലാം ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ചെറുനാരങ്ങ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പച്ചമുളകും അതുപോലെ തന്നെ, വെളുത്തുള്ളി അങ്ങനെ തന്നെ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
ചെറുനാരങ്ങ, പച്ചമുളകും വെളുത്തുള്ളി. കല്യാണത്തിനാണെങ്കിൽ ഇതൊന്ന് വിളമ്പി നോക്കിക്കേ. ഒരു വലിയ മുതൽ മുടക്കും ഇല്ല. മറ്റേ നാരങ്ങ അച്ചാറിടണമെങ്കിൽ മുളക് പൊടി വേണം, ഉലുവാപ്പൊടി, കായം, വെളുത്തുള്ളി, വിനാഗിരി എല്ലാം വേണം. ഇതൊന്നും വേണ്ട. ഇത് 3 സാധനം മാത്രം മതി. വെളുത്തുള്ളിയും പച്ചമുളകും നാരങ്ങ ഉപ്പും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നാരങ്ങ ഏത് അസുഖക്കാർക്കും നല്ലതാണ്. ഇതിൻ്റെ തൊണ്ടും കളയണ്ട. തൊണ്ടും ഒരു ഔഷധമാണ്. നമ്മളെല്ലാം നാരങ്ങ പിഴിഞ്ഞിട്ട് തൊണ്ട് കളയല്ലേ. തൊണ്ട് നല്ലതാണ്. ചെറുനാരങ്ങ കൊണ്ട് പെട്ടെന്നൊരു കറി. ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി കൂട്ടിയാൽ പിന്നെയും പിന്നെയും നിങ്ങളത് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അത്ര വിശപ്പില്ലാത്തവർക്കും വിശപ്പുണ്ടാകാനും ദഹനം ഉണ്ടാകാനും എല്ലാത്തിനും നല്ലതാണ്. ഒരു